എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് ഹനുമാൻ. ഹനുമാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. 11:07 ടൈം പറഞ്ഞ് 11:16, 17 ഒക്കെ ആയി വന്നപ്പോൾ 10 മിനിറ്റ്. അതെ, ഇന്നലത്തെ അത്ര ആയില്ല. ഇത് വെറുപ്പിക്കലല്ല. അയ്യോ, എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ ടീസർ കണ്ട് നമ്മള് ഞെട്ടിയതാട്ടോ. കിട്ടില്ല ടീച്ചറായിരുന്നു, വേറെ ലെവലായിരുന്നു. അന്ന് മുതലേ കാത്തിരിക്കുന്നതാണ് ട്രെയിലർ. അതെ, ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എത്തിയിട്ടുണ്ട്. 3 മിനിറ്റും 29 സെക്കൻഡും ഉണ്ട്. അത്യാവശ്യം കാണാനുണ്ട്. കടലിന്റെ അടിയിലോ? യഥോ ധർമ്മസ്ഥതോ ഹനുമ, യഥോ ഹനുമസ്തഥോ ജയ. ഓ, പുലിയായിട്ട കളി. ചേട്ടന്റെ പേരെന്താ? പവർ സ്യൂട്ടിൽ മാത്രം അതിന്റെ ഉള്ളിൽ വേണം. വിനയ് റായ്. എന്റെ ഓരോ സിരകളിലൂടെയും അത് പായണം. അങ്ങനെയുള്ള പവർ എവിടെയാ ഉള്ളത്? ഈ പവറിനെ കുറിച്ചറിയാവുന്ന ആരും ജീവനോടെ ഉണ്ടാവരുത്. എന്റെ ദേവിയാണ് സത്യം. എന്റെ അനിയന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച അവന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. നിന്റെ കൺമുമ്പിലുള്ളത് ഒരു ചെറിയ പ്രശ്നം മാത്രമാണ്. അതിന്റെ പിന്നിലുള്ളത് ചിന്തയ്ക്കും അതീതമായതാണ്. കലിയുഗത്തിൽ ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന ഓരോരുത്തരുടെയും കൂടെ ഹനുമാൻ ഉണ്ടാകും. നിന്റെ കൂടെയും ഉണ്ടാകും. ജയ് ശ്രീറാം. ഈ ബീജം ഇവിടെ കിടന്നല്ലോ. മാനവരാശിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ നിന്റെ വരവ് അനിവാര്യമാണ് ഹനുമാൻ. ജനുവരി 12 അവിടെ പറഞ്ഞല്ലേ. ഓക്കെ, കണ്ണ് തുറന്ന് 12-ാം തീയതി വരും. അതെ, അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ ടീസറിൽ ലാസ്റ്റ് ഭാഗത്ത് ഇത് തന്നെയായിരുന്നു. അത് ആ ഐസിൻ്റെ ഉള്ളിലിരിക്കുന്ന പക്ഷെ വാലിങ്ങനെ ഇളകുന്നത് മാത്രമേ കാണിച്ചുള്ളായിരുന്നു. കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. അവതാരപ്പിറവി പൊളിച്ചിട്ടോ. അതിന്റെ ആശയം സൂപ്പറാ. പിന്നെ ആ ഒരു ബിജിഎം ഉണ്ടല്ലോ, ഈ ഒരു അങ്ങനെ ചടുലമായിട്ടുള്ള ഒരു സാധനമാണ്. ഒരു പാട്ട് ഇങ്ങനെ പോകുന്നത്, അത് ഭയങ്കര രസം കേട്ടോ. അത് ഏത് സിനിമയിലും അങ്ങനത്തെ സാധനം കൊണ്ടുവന്നാലും ഒരു വൈബാണ്. അത് അതേ സാധനം ഏതിലാണ് ഉള്ളത് എന്ന് കിട്ടുന്നില്ലല്ലോ. കുറെ ഉണ്ട് ഇല്ലേ, പ്രത്യേകിച്ച് ഷാജി കൈലാസിന്റെ കുറെ മൂവീസിലൊക്കെ. നമ്മുടെ സിംഹാസനം ഒക്കെ ഇല്ലേ, ആ സിംഹാസനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സ്പീഡിലുള്ള സാധനമുണ്ട്. പിന്നെ ദ്രോണ, അങ്ങനത്തെ ഉണ്ട്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു സാധനം. നല്ല ട്രെയിലറേ അടിപൊളി. അതെ, ട്രെയിലർ സൂപ്പറാണ്. അതായത്
കൈവിട്ട കളി എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ്. Yes. മനസ്സിലായല്ലോ അല്ലേ? അതെ. ആദിപുരുഷ് അത് തന്നെ വലിയൊരു മാറ്റമാണ്. അതെ, സംഭവം ഇത് ഭയങ്കര ആദിപുരുഷ് പിന്നെ ഫുള്ള് ആ ഒരു രീതി തന്നെയായിരുന്നു. ഇത് ഒരു ഫ്യൂഷൻ എന്നൊക്കെ പറയാം, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതായത് ഭയങ്കര രസമായിട്ടുണ്ട്. അതെ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന രീതിയിൽ തന്നെ. അപ്പോൾ കലിയുഗം തന്നെയാണല്ലോ ഇന്നും. അപ്പോൾ തിന്മക്കെതിരെ ഹനുമാൻ മസ്റ്റായിട്ട് വരണം എന്നുള്ള സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മുടെ നായകനിലേക്ക് ഈ ശക്തി വരിക എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ആളുടെ ടീച്ചറിലാണെന്ന് തോന്നുന്നു കടലിൽ നിന്ന് തിര തള്ളിയിട്ട് ഇങ്ങനെ എന്താ കരയിൽ അടിയോലോ, അതിന് ശേഷമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിന്റെ തുടക്കത്തിലും അത് തന്നെയാണ്. അതായത് ആദ്യം കാണുന്ന കാഴ്ച വെള്ളത്തിലേക്ക് വീണതിന് ശേഷമുള്ള സീനാണ്. അവിടുന്ന് ആയിരിക്കണം മേ ബി ആൾക്ക് ഈ ഒരു പവർ വരുന്നത്. ഹെലികോപ്റ്റർ അല്ല, മറ്റേ ചന്ദ്രന്റെ മുന്നിൽ കൂടി ഇങ്ങനെ പറക്കുന്നതല്ലേ, തെറിച്ചു പോകുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഇതിനകത്ത് ടീസറിലും ഉണ്ടായിരുന്നു. അത് ഒരു അടിപൊളി ഷോട്ട് ഉണ്ട്. അതിനാണ് വെള്ളത്തിൽ പോയി ചാടുന്നത്. അതെ, ഒരുപാട് ഷോട്ടുകൾ ടീസറിലുള്ളത് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് വരലക്ഷ്മിന്റെ ഒക്കെ ഫൈറ്റ്. പക്ഷെ ചേച്ചിയാണെന്നുള്ളത് അതിൽ അറിയണ്ടായിരുന്നില്ല. വരലക്ഷ്മിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ തന്നെ, എല്ലാ സിനിമകളിലും ഇപ്പൊ ചേച്ചിയാണെങ്കിലും ഒന്നില്ലേ ഹസ്ബൻഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ അനിയന്റെ, എല്ലാത്തിലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നിട്ട് അങ്ങ് കാണുമ്പോ തന്നെ നമുക്കറിയാം അതേപോലെ ഭയങ്കരമായിട്ടുള്ള ഏതോ ഒരു ക്യാരക്ടറാണ്. ഒന്നില്ലേ വില്ലൻ, അങ്ങനത്തെ സംഭവം വില്ലത്തി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് കുറച്ച് ലൗഡായിരിക്കും. അതായത് നമ്മുടെ ബാലയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, കുറച്ച് എനർജി ഒക്കെ ആയിട്ട് ഭയങ്കര കാറിപ്പൊളിച്ച ഐറ്റം. ആ ഒരു സംഭവം തന്നെ. അതെ, എപ്പോഴും അത് തന്നെ. അത് കണ്ടിന്യൂസ് അങ്ങനത്തെ തന്നെ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഒന്നാമതൊരു തോന്നുന്നത്. എന്താണെങ്കിലും സംഭവം കൊള്ളാം, അല്ല മോശം എന്നല്ല പറയുന്നത്, സംഭവം രസമായിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിൽ അങ്ങനെ ഒരു എന്താ ചേഞ്ച് കൊണ്ടുവരാം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആവർത്തന വിരസത അതുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ വേറെ ഒരുപാട് താരങ്ങളൊന്നും ഇതിൽ കണ്ടിട്ടില്ല. ഇല്ല, അധികം നമുക്കറിയാത്ത ആൾക്കാരാണ് കൂടുതലും. അതെ അതെ, വിനയറായി ആണ് വില്ലനായിട്ട് വരുന്നത്. വില്ലനായിട്ട് തകർക്കും, ഒരു സംശയ കാര്യത്തിലില്ല. പക്ഷെ എന്താ ആള് കുറച്ച് ടെക്നിക്കലി വേറെ ലെവലാണ്. ആള് കുറച്ച് സയൻസ് കൂടിയ ഐറ്റം. അതെ, കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എന്താ ശരിക്കും ഹനുമാന്റെ കഥ പറയുമ്പോൾ കാട്, മല, കുന്ന്, വെള്ളം, കടൽ, ഈ രീതിയിൽ തന്നെയാണ് പറയുക. ആ ഒരു വൈബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത് ടെക്നിക്കലി മാറിയിട്ട് പക്ക വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ ആ ഫസ്റ്റത്തെ ആ ഒരു ഷോട്ടിൽ അത് ഒരു മാച്ചിങ് അല്ലാത്ത പോലത്തെ ഒരു സാധനം ഫീൽ ചെയ്യുന്നത്. ആ പുലിന്റെ കൂടെ ഓടുന്ന ഒരു സാധനം, അത് കറക്റ്റ് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് രണ്ടിന് സ്പീഡിന് ചെറിയ പ്രശ്നമുണ്ട്. പുലിക്ക് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്. പക്ഷെ എന്താ ആളുടെ ഓട്ടത്തിൽ അത്ര സ്പീഡില്ല, പക്ഷെ ഒരുമിച്ച് എത്തുന്നുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ വർക്കിന്റെ തന്നെ ആയിരിക്കണം, മിസ്റ്റേക്ക് വർക്കിന്റെ പ്രശ്നമാണ് തോന്നുന്നു. അതൊരു സുഖമില്ലാണ്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയൊക്കെ പിന്നെ ഓക്കെയാണ്. എന്താണെങ്കിലും 12-ാം തീയതി ഞെട്ടിക്കും. 12-ന്, അതായത് ജനുവരി 12-ന് ഏതാ സിനിമകള്? 12-ന് ഒരുപാട് സിനിമയുണ്ട്. ഒന്നല്ല, സംക്രാന്തി ഒരുപാടുണ്ട്. ഒരുപാട് സിനിമകളുള്ള ദിവസമാണ് 12-ാം തീയതി. ഓസ്ലർ, നമ്മുടെ മലയാളത്തിൽ നിന്ന് ഓസ്ലർ, ക്യാപ്റ്റൻ മില്ലർ 12-നാണ്. പിന്നെ നമ്മുടെ വേറെ ഏതായിരുന്നു? ഓസ്ലർ ഉണ്ട്. അത് 10-11 ഓസ്ലർ 11. പിന്നെ ഇപ്പൊ ഹനുമാൻ, പിന്നെ വേറെ തമിഴിൽ നിന്ന് വേറെ കുറെ സിനിമകൾ വരുന്നുണ്ട്. എന്താണെങ്കിലും തകർക്കാം. അതെ. അപ്പം ഈ ക്രിസ്മസിന്റെ 22, 21, 22 പോലെ തന്നെ ആയിരിക്കും ജനുവരി 11, 10, 12 ആ ഒരു 3-4 ദിവസങ്ങൾ. അതെ, അതല്ലേ നീ ജസ്റ്റ് ഒന്ന് നമ്മുടെ മൈക്കിലേക്ക് നോക്ക്, ഓഫായിട്ടുണ്ടോ നോക്ക്. എപ്പോഴേ ഓഫായി തന്നെ. ഇവൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. അപ്പുറത്ത് കിടക്കുന്ന ഇതുകൂടെ കേൾക്കുന്നുണ്ട്, പിന്നെയാണ് അത് കേൾക്കാത്തത്. ഇത് ഞാൻ ഈ ഭാഗത്തേക്ക് വെച്ചത് തന്നെ അതിനാ. കാരണം അത് കുറച്ചേ ഉള്ളായിരുന്നു ചാർജ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.